അപ്പോൾ ഇവിടെ ഈ ലഗ്നത്തിൽ ഈ ലഗ്നാധിപൻ എന്ന് പറയുന്ന ആരാണ്? ശനിയാണ്. അപ്പോൾ ഏത് ഭാവത്തിൻ്റെ അല്ലെങ്കിൽ ആ രാശിയുടെ അല്ലെങ്കിൽ ലഗ്നമെന്ന് പറയുന്ന രാശിയുടെ അധിപൻ ഏതാണോ, ഏത് ഗ്രഹമാണോ, ആ ഗ്രഹമാണ് എന്ത് ഈ ജാതകൻ്റെ ലഗ്നാധിപൻ എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞ? അപ്പോൾ ആ ലഗ്നാധിപനും എന്തുണ്ടായിരിക്കണം? ബലമുണ്ടായിരിക്കണം. അപ്പോൾ അതും എന്താണ്, ഈ ജാതകൻ ബലവാനാണോ എന്നറിയാൻ വേണ്ടി ആ ലഗ്നാധിപൻ ബലമുണ്ടെങ്കിൽ ഓക്കെ, ആ ജാതകന് അത്യാവശ്യം ആരോഗ്യ കാര്യങ്ങളുണ്ടാവും, പ്രശസ്തി കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടാകും എന്ന് നമുക്ക് പറയാം. പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് അങ്ങനെ പറയാം. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത് നോക്കേണ്ടത് എന്താണ്? ഈ ലഗ്നം കണ്ടു കഴിഞ്ഞാൽ ലഗ്നാധിപൻ ആരാണെന്ന് നോക്കണം. എന്നിട്ട് ആ ലഗ്നാധിപൻ ഇവിടെ ശനിയാണ്. ആ ശനി എവിടെയാണ് പോയി നിൽക്കുന്നത്? നീചനായിട്ടാണോ പോയി നിൽക്കുന്നത് നോക്കണം. നീചസ്ഥനാണെങ്കിൽ അതുപോലെ തന്നെ ബലക്കുറവാണ്. ആ ആരോഗ്യം ആ ജാതകനുള്ള ശാരീരിക ആരോഗ്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇവിടെ ശനി വന്ന് നിൽക്കുന്നു. ശനി ഏകദേശം ബലമുണ്ട്, പകുതി ബലം ഉള്ള ഒരു ശനിയാണ്. അപ്പോൾ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ ജാതകൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അപ്പോൾ നമ്മൾ പഠിച്ചു ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ എന്താണ് അങ്ങനെ നോക്കുന്നത്? ഈ ലഗ്നത്തിലേക്ക് ശുഭഗ്രഹങ്ങൾ ഏതെങ്കിലും ദൃഷ്ടി ചെയ്യണം. ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യാം, അല്ലെങ്കിൽ ലഗ്നാധിപൻ തന്നെ ഇങ്ങോട്ട് തിരിച്ച് ദൃഷ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലഗ്നത്തിന് നല്ല ബലമുണ്ട്, ആ ജാതകൻ ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും അതിനകത്ത് വിജയം ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ആകില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വേറെ 12 ഭാവങ്ങളുണ്ട്. ആ 12 ഭാവങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഇതുപോലെ ഫേവറബിളായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ വരും. അപ്പോൾ ഇത് ആണ് നമ്മളിവിടെ ഒരു ഉദാഹരണത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു 6 ഭാവം വരെ നമുക്ക് നോക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഭാവം നമ്മളങ്ങനെ കണ്ടു. ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പ്രശസ്തി, കീർത്തി എല്ലാമാണ് ഒന്നാം ഭാവം സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാം ഭാവം എന്ന് പറയുന്നത് ലഗ്നം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നാം ഭാവം കഴിഞ്ഞ് തൊട്ടടുത്ത രാശി. അത് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഭരിക്കേണ്ട എല്ലാറ്റിനെയും സൂചിപ്പിക്കുന്നു. നമ്മൾ ഭരിക്കുന്ന എല്ലാത്തിനെയും, അതായത് നമ്മൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും എന്ത് സൂചിപ്പിക്കാം. ഉദാഹരണത്തിന് നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി നമ്മളാണ് മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾ മറ്റ് ഇപ്പോൾ വീട്ടമ്മയാകുമ്പോഴാണെങ്കിൽ എന്താണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൃഹനാഥനാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടേതായിട്ടുള്ള എല്ലാ വസ്തുവകകളും നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അതിനെ എല്ലാത്തിനെയും രണ്ടാം ഭാവം കൊണ്ട് സൂചിപ്പിക്കാം. മനസ്സിലായോ? അപ്പോൾ രണ്ടാം ഭാവം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ബലമുണ്ട്, അതിൻ്റെ രണ്ടാം ഭാവാധിപന് ബലമുണ്ട് അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിന് ബലമുണ്ടെങ്കിൽ നമ്മൾ ഭരിക്കുന്ന എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, അതെല്ലാം ഓക്കെ ആണെന്ന് ആയിരിക്കും ജാതകൻ്റെ ജീവിത കാലഘട്ടത്തിൽ എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ നോക്കി രണ്ടാം ഭാവം കൊണ്ട് ഈ ജാതകൻ്റെ ധനത്തെ ചിന്തിക്കാം. ഈ ജാതകൻ ധനവാനാകുമോ, ആവശ്യത്തിന് ജീവിക്കാനുള്ള സമ്പത്തുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും രണ്ടാം ഭാവം കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ വാക്ക്, ഈ ജാതകൻ്റെ സംസാരം എങ്ങനെയായിരിക്കും? നല്ല രീതിയിൽ ആണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് ചിലപ്പോൾ ഈ ജാതകൻ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമോ, അല്ലെങ്കിൽ ചില സമയത്ത് മൂകനായിട്ടിരിക്കുമോ? ഇതെല്ലാം നമുക്ക് ഈ രണ്ടാം ഭാവം കൊണ്ട് കണ്ടുപിടിക്കാം പറയുന്നു. പിന്നെ വിദ്യ, പിന്നെ പഠിപ്പ്, അതാണ് നമ്മുടെ വിദ്യാഭ്യാസം. പ്രാഥമിക വിദ്യാഭ്യാസമാണ് പറയുന്നത് മെയിനായിട്ട് രണ്ടാം ഭാവം കൊണ്ട്. നമ്മളൊരു ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. അപ്പോൾ രണ്ടാം ഭാവം നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും, വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടോ, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലായിരിക്കും ഈ ജാതകന് കൂടുതൽ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ എന്ത് പഠിക്കാനാണ് ഇദ്ദേഹത്തിന് യോഗമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതനുസരിച്ച് വേണം നമുക്കതിനെ പഠിക്കാൻ വിടാൻ. ചിലപ്പോൾ നമുക്കറിയാം പേരൻസ് ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റിനൊക്കെ തള്ളി കയറ്റി ഉന്തി വിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് താല്പര്യമുള്ള വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ പേരൻസ് ചിലപ്പോൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റിലേക്കൊക്കെ വിടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിയല്ലേ? അപ്പോൾ അത് നമുക്ക് ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് പഠിക്കാനാണ് ബൈ ബർത്ത് അതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്ത വീട്, സ്വന്തമായിട്ടുള്ള വീടിനെയാണ് പറയുന്നത് ഇവിടെ. അതായത് ഈ ഭരിക്കുന്ന എല്ലാ എന്ന് പറഞ്ഞല്ലോ ആദ്യം, അതാണ് ഉദ്ദേശിച്ചത്. സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ ആ വീട് ഭരിക്കുന്ന സ്വന്തം വീടാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമോ എന്നുള്ളതാണ് ഈ രണ്ടാം ഭാവം കൊണ്ട് ഇവിടെ ചിന്തിക്കുന്നത്. പിന്നെ വലത്തെ കണ്ണ് ചിന്തിക്കുന്ന രണ്ടാം ഭാവം കൊണ്ടാണ്. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ, ഇത് കൂടാതെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ഒന്നും പെട്ടെന്ന് ഒറ്റയടിക്കുമ്പോൾ പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കുറച്ചൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് എന്താ? ശരീരം, ആരോഗ്യം, പ്രശസ്തി. പെട്ടെന്ന് 2-3 കാര്യങ്ങൾ ഓർക്കുക. രണ്ടാമത്തെ ഭാവം കൊണ്ട് എന്താ ചിന്തിക്കുക? ഭർത്തവ്യം, അതായത് നമ്മൾ ഭരിക്കുന്നതല്ല. പിന്നെ ധനം, വാക്ക്, പിന്നെ വിദ്യാഭ്യാസം, വീട്. ഇത്രയും കാര്യങ്ങൾ രണ്ടാം ഭാവം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ബലം ഉണ്ടായിരിക്കണം. രണ്ടാം ഭാവത്തിന് ബലം ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതായിട്ട് വരും. അപ്പോൾ അതാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. പിന്നെ മൂന്നാം ഭാവം എന്ന് പറയുന്നത് ധൈര്യം, ഉത്സാഹം, പിന്നെ ദുർബുദ്ധി കൂടെ ഉണ്ട്. പിന്നെ ഇളയ സഹോദരന്മാർ, പരാക്രമം, ഏത് കാര്യം ചെയ്യാൻ വേണ്ടി നല്ലൊരു പരാക്രമമുണ്ടോ. പിന്നെ വലത്തെ ചെവി. പിന്നെ സഹായത്തെ സൂചിപ്പിക്കുന്നു. അതായത് മറ്റുള്ളവർ ആരെങ്കിലും സഹായിക്കാനുണ്ടാകുമോ എന്നൊക്കെയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ആശയവിനിമയം നടത്തുന്ന ഒരു ഭാഗമാണ് അതായത് ചെവി എന്നുള്ളത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണല്ലോ. ചെവി എന്ന് പറയുന്നത് നമ്മൾ ചെവി വഴിയാണുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ ഭാഗത്തിൽ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മൂന്നാം ഭാവത്തിൽ ഒരു പാപഗ്രഹമൊക്കെ നിൽക്കുവാണെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശരിയായി വരാം. ഉദാഹരണം ദുർബുദ്ധി, ഭയങ്കര കടുംപിടുത്തമൊക്കെ ഉള്ള ആളായിരിക്കും. ഇവിടെ ഒരു പാപഗ്രഹമൊക്കെ നിൽക്കുവാണെങ്കിൽ വരാം. പക്ഷെ അങ്ങോട്ടൊരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും കൂടെ വരുവാണെങ്കിൽ അത് എന്താവും? ക്ലിയറായിപ്പോവും. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഗ്രഹങ്ങളൊന്നും ഇല്ല, അത് വരുവാണെങ്കിൽ എന്ത് പറയാം? അപ്പോൾ അങ്ങോട്ട് നല്ല ഗ്രഹങ്ങളെ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കത് എക്സാമ്പിളൊക്കെ എടുത്ത് ചെയ്യാം. അപ്പോൾ നമ്മളിത് കുറച്ച് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത്. ഇപ്പോൾ ഇത്രയും സഹോദരന്മാരുണ്ടോ, സഹോദരന്മാരെങ്ങനെയാണ്, സഹോദരന്മാരുടെ അവസ്ഥ എങ്ങനെയാണ്, സഹോദരന്മാരെ നമ്മൾ സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്കുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് ഈ മൂന്നാം ഭാവം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഓക്കെ. പിന്നെ അടുത്തത് നാലാം ഭാവം എന്ന് പറയുന്നത് മെയിനായിട്ട് പറയുന്നത് അമ്മ, ബന്ധുക്കൾ, അമ്മാവൻ, മരുമക്കൾ, പിന്നെ സുഖം. നമുക്ക് സുഖമായിട്ടുള്ളൊരു രീതിയിലാണോ നമ്മുടെ ഒരു ജീവിതം പോകുന്നത്, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ വാഹനം ഉണ്ടെങ്കിൽ വാഹനം വാങ്ങിക്കാനുള്ള യോഗമുണ്ടോ എന്നൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ കുടുംബ വീട്, അതായത് പരമ്പരാഗതമായിട്ടുള്ള അച്ഛൻ്റെ അമ്മയുടെ വീടിനെ, ഭൂസ്വത്ത്, വീട്, അതിനെല്ലാത്തിനെയും നമുക്കിവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഭാവം കൊണ്ട് നമുക്ക് അമ്മയുമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ അമ്മയുമായിട്ട് രണ്ടാം ഭാവത്തിൽ ഭാവഗ്രഹങ്ങളോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വീട് വിട്ട് നമുക്ക് ദൂരെ പോകേണ്ട അവസ്ഥ വരാം. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം പോകുന്നത്, അങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ, ബന്ധുക്കളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അമ്മാവന്മാരുമായിട്ട്, മരുമക്കളുമായിട്ട്, പിന്നെ സുഖം എന്ന് പറഞ്ഞാൽ സുഖസ്ഥാനം, നാലാം ഭാവത്തിന് സുഖസ്ഥാനം എന്നും കൂടെ പറയും. ഒരു ഒറ്റപ്പേരാണ്. നാലാം ഭാവത്തിന് സുഖസ്ഥാനം എന്നും കൂടെ പറയും.
അപ്പോൾ നമുക്ക് എത്രമാത്രം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൈഫാണ് നമുക്ക് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനുള്ള യോഗമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് 4-ാം ഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് 5-ാം ഭാവം. ഇതിന് നമ്മൾ ഷോർട്ട് ഫോമായിട്ട് സന്താനഭാവം എന്നും പറയും. 5-ാം ഭാവം കൊണ്ട് സന്താനഭാവം. 4 കഴിഞ്ഞ് 5-ാം ഭാവം. 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവം അല്ലെങ്കിൽ സന്താനഭാവം എന്ന് വിളിക്കാം. അപ്പം അതിൻ്റെ 5-ാം ഭാവത്തിനാണ് ബുദ്ധി, പുത്രന്മാർ. അതാണ് സന്താനഭാവം എന്ന് പറയുന്നത്. പുത്രന്മാരും പുത്രിമാരും എല്ലാം ഇതിനകത്ത് വരും. സന്താനം, പുത്രന്മാരെന്നല്ല സന്താനങ്ങൾ എന്നാണ് എഴുതുന്നത്. പിന്നെ അതുപോലെ മന്ത്രി, അതായത് മന്ത്രി തലത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഒരു പ്രവർത്തന രീതി ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനാണ് മന്ത്രി എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും മന്ത്രിയാകത്തില്ലല്ലോ. അപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഒരു യോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5-ാം ഭാവം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഉണ്ടെങ്കിൽ. പിന്നെ ചിന്താശക്തി, അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതിന് നല്ല രീതിയിൽ ചിന്തിച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ചിന്തിച്ച് അതിന് ഉചിതമായിട്ടുള്ള തീരുമാനം ഉചിതമായിട്ടുള്ള സമയത്ത് എടുക്കാനുള്ള ഒരു കഴിവ്, അതാണ് ചിന്താശക്തി. നല്ല ചിന്താശക്തി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ മന്ത്രം, പൂർവ്വപുണ്യം ഇതൊക്കെ. മന്ത്രം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഓരോ ചില മന്ത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുള്ള യോഗം ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ മന്ത്രദീക്ഷ എടുക്കാനുള്ള ഒരു യോഗമുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ജാതകം നോക്കിയാൽ 5-ാം ഭാവത്തിൻ്റെ ബലം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ, കറക്റ്റ്. അതുപോലെ അത് തന്നെ. അപ്പോൾ അങ്ങനെ പുണ്യമായിട്ടുള്ള അത് തന്നെ പൂർവ്വപുണ്യം, അങ്ങനെയുള്ളൊരു പുണ്യം നമുക്കുണ്ടോ, കിടപ്പുണ്ടോ ജ്യോതിഷം പഠിക്കാനുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഗീതാ പഠനം അല്ലെങ്കിൽ ലളിതാസഹസ്രനാമ പഠനം, അത് പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു കഴിവ്, അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് 5-ാം ഭാവത്തിൻ്റെ ഒരു ബലം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്കൊരു സംശയമുണ്ടേ. ഗ്രഹനിലയില് ഇതിനൊക്കെ ഉള്ള ഭാവങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ടോ? നമ്മുടെ 3 പേരും ജ്യോതിഷം പഠിക്കുന്നില്ലേ? നമ്മുടെ 3 പേരുടെയും ഗ്രഹനിലയിൽ ജ്യോതിഷം പഠിക്കാനുള്ള ഒരു ഭാവം ഉണ്ടല്ലോ. ഉണ്ട്.